നമ്മളെല്ലാവരും ഇറാനിലെ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിലും അതിൽ കൊല്ലപ്പെട്ട 3000-ഓളം ആളുകളുടെ കാര്യത്തിലുമൊക്കെ വളരെ വേവലാതിപ്പെട്ട് വളരെ ബേജാറായി നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. ഇത്രയധികം ആളുകൾ ഒരു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെടുക, ഒരു രാജ്യം നിഷ്കരുണം ഇങ്ങനെ ആളുകളെ കൊല്ലുക, ഇതൊക്കെ ആലോചിച്ച് വേവലാതിപ്പെടുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആരും ആലോചിക്കാറില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഒരു വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ഇറാനെ പോലെ വലിയൊരു രാജ്യത്ത് നടക്കുന്നു എന്നത് ആരും ആലോചിക്കാറില്ല. എണ്ണ സമ്പന്നമായ ഒരു രാജ്യമാണ് ഇറാൻ. ഇഷ്ടം പോലെ എണ്ണയുണ്ട്. എണ്ണ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള പെട്രോൾ ലഭിക്കുന്ന, ഡീസൽ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇറാൻ. എന്നാൽ ഇറാൻ ഇത്രയും സമ്പന്നമായ ഒരു രാജ്യമായിട്ടും എന്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവപ്പെടുന്നു, എന്തുകൊണ്ട് അവിടെ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നു, ഇത് ആലോചിക്കാൻ ലോകം പൊതുവെ തന്നെ മെനക്കെടാറില്ല. 1979 ഇറാനിൽ ഇമാം ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഷാ റിസ പഹ്ലവി എന്ന രാജാവിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുകയും ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങുകയും ആ പ്രക്ഷോഭത്തെ പാരീസിലിരുന്ന് ഇമാം ഖുമൈനി നയിക്കുകയും വിജയിക്കുകയും ഒടുവിൽ ഷാ റിസ പഹ്ലവി എന്ന രാജാവ് നാട് വിട്ടോടുകയും ഓടിച്ചെന്ന് അമേരിക്കയിൽ അഭയം തേടുകയും ചെയ്തത്. എന്നാൽ അവിടെ അഭയം തേടുന്നതിന് മുമ്പ് തന്നെ ഇറാനെ പൂർണ്ണമായിട്ടും പാപ്പരാക്കി. ഇറാൻ്റെ സമ്പത്ത് മുഴുവൻ, ഇത്രയും സമ്പത്തുള്ള, ഇത്രയും സമ്പന്നമായ രാജ്യത്തെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി അമേരിക്കയിൽ നിക്ഷേപിക്കുകയാണ് അതിനു മുമ്പ് റിസ ഷാ പഹ്ലവി ചെയ്തത്. അങ്ങനെ ചെയ്ത ഒരാളെ, അത്രയും ഒരു രാജ്യത്തിൻ്റെ, വലിയൊരു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുവച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പൂമാലയിട്ട് സ്വീകരിക്കുകയാണ് അന്ന് അമേരിക്കൻ ഭരണകൂടം ചെയ്തത്. അങ്ങനെ 1979 ഒരു ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം അധികാരത്തിൽ വരികയും അവർ ഭരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമേരിക്ക ചെയ്തത് വിപ്ലവത്തിന് പ്രതിവിപ്ലവം നടത്തുക എന്നുള്ളതാണ്. പല രീതിയിൽ പ്രതിവിപ്ലവത്തിന് ശ്രമിക്കുകയും അതെല്ലാം പരാജയപ്പെടുകയും അവിടെ ആ ഇറാൻ എന്ന രാജ്യത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും അവിടെ ബോംബിടുകയും അവിടെ ഹെലികോപ്റ്റർ കൊണ്ടുപോയിട്ട് പരാക്രമം നടത്തുകയും ആ ഹെലികോപ്റ്റർ തമ്മിൽ അടിച്ച് നശിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവ വികാസങ്ങൾ ഇറാനിൽ നടക്കുകയുണ്ടായി. പക്ഷേ അവിടെയും ഇറാൻ പിടിച്ചു നിന്നു, തോറ്റില്ല. ഈ സമ്പന്ന രാജ്യത്ത് ജനങ്ങൾക്ക് തൊഴിലില്ലാതായി, അതുപോലെ തന്നെ വേതനം ലഭിക്കാതായി, വിലക്കയറ്റം, അങ്ങേയറ്റത്തെ വിലക്കയറ്റമുണ്ടായി. ഇത്രയും വർഷങ്ങളായിട്ട് 1979 ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് അവർക്ക് ഇസ്രായേലിനെ പോലെയോ അമേരിക്കയേക്കാൾ കൂടുതലായോ ബ്രിട്ടനേക്കാൾ കൂടുതലായോ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുമുള്ള ശേഷിയുമുള്ള ഒരു രാജ്യമായിരുന്നിട്ടും ഇറാന് വളർന്നു വരാൻ സാധിച്ചില്ല. കാരണം അമേരിക്കയാണ്. അമേരിക്ക, ബ്രിട്ടൻ അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിപ്ലവാനന്തരം ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തിൽ അങ്ങോട്ട് മരുന്ന് കൊണ്ടുപോകാൻ പാടില്ല, ഇറാനിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, ഇറാനിലേക്ക് ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. ആ കപ്പലുകളെല്ലാം തന്നെ വഴിയിൽ വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് തടയുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ തടയുക മാത്രമല്ല, എണ്ണ സമ്പന്നമായ ഇറാൻ രാജ്യത്ത് നിന്ന് എണ്ണ കയറ്റുമതി ചെയ്താൽ മാത്രമേ ആ രാജ്യത്തിന് രക്ഷപ്പെടാനും ആ രാജ്യത്തിന് വിലക്കയറ്റമില്ലാതാക്കാനും ദാരിദ്ര്യമുക്തമാകാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള വഴി അടച്ചുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ഉപരോധം, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തെയും അതിജീവിക്കാൻ വർഷങ്ങളിലൂടെ ഇറാൻ കഠിനമായി പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ച് അത് വിജയിക്കും എന്ന് കാണുന്ന ഒരു അവസ്ഥയിലാണ് അമേരിക്ക ഇറാഖിനെ ഉപയോഗിച്ച് ഇറാനെതിരെ യുദ്ധം ചെയ്തത്. 10 വർഷത്തിലധികം നീണ്ടുനിന്ന യുദ്ധം, സുദീർഘമായ യുദ്ധം. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ, ഇത്രയും 10 വർഷം നീണ്ടുന്ന ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ആ രാജ്യം ദരിദ്രമാകുമെന്നതിന് സംശയമില്ല. ഒരു ഇറാൻ മാത്രമല്ല, ഇറാഖ് എന്ന രാജ്യവും, 2 രാജ്യങ്ങളും ദരിദ്രമായി എന്താണ് അതുകൊണ്ടുണ്ടായ തിക്തഫലം. അങ്ങനെ ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ മുച്ചൂടും മുടിക്കാം എന്ന് തെളിയിച്ചുകൊണ്ട്, ഒരു രാജ്യത്തെ എങ്ങനെ മുച്ചൂടും നശിപ്പിക്കാം
എന്ന് ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കിക്കൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്രകാരം ഏതൊരു രാജ്യത്തിനങ്ങൾക്ക് ഉപരോധം നടത്തിയാലും ഏതൊരു രാജ്യത്തേക്കുള്ള ക്രയവിക്രയങ്ങൾ തടഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാധനങ്ങളുടെയും മറ്റും ക്രയവിക്രയങ്ങൾ തടഞ്ഞാലും ആ രാജ്യം ദരിദ്രമാകുമെന്നതിൽ സംശയമില്ല. ഒരു രാജ്യം പാപ്പരാവുക എന്നതിനർത്ഥം ആ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാവുക എന്നത് തന്നെയാണ്. അങ്ങനെ അമേരിക്ക ഉണ്ടാക്കിയെടുത്ത ഒരു വിലക്കയറ്റമാണ് ഇറാനിൽ നടന്നുകൊണ്ടിരുന്നത്. ആ വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത് ആരാണ്? അതും അമേരിക്ക തന്നെ പ്രക്ഷോഭം നടത്തിക്കുകയാണ്. വിലക്കയറ്റം ഉണ്ടാക്കുന്നത് അമേരിക്ക, അതിനെതിരായ പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ജനങ്ങളെ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നത് അമേരിക്ക. ഇത് സാമ്രാജ്യ ശക്തികളുടെ ഒരു സ്റ്റൈലാണ്. ഇത് അമേരിക്ക മാത്രമല്ല, അമേരിക്ക എന്ന രാജ്യം ഉത്ഭവിച്ചത് ബ്രിട്ടൻ എന്ന സാമ്രാജ്യ ശക്തിയിൽ നിന്നാണ്. അവിടെ നിന്നും കുടിയേറി വന്ന് റെഡ് ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള അവരെ ആ ആദിവാസി വിഭാഗത്തെ അടിച്ചമർത്തിയാണ് അമേരിക്കയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം ചെലുത്തി അമേരിക്ക എന്ന രാജ്യം സൃഷ്ടിച്ചത്. ബ്രിട്ടീഷുകാർ ലോകത്തുള്ള എത്രയോ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും അവിടെ ഭരിക്കുകയും അവിടെയുള്ള സമ്പത്തുകൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും അവരുടെ രാജ്യത്തെ വികസിപ്പിക്കുകയും ഈ കീഴടക്കിയ രാജ്യങ്ങളെ മുഴുവൻ ദരിദ്രമാക്കുകയും ചെയ്ത ചരിത്രം ബ്രിട്ടൻ്റെ സ്വന്തമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഈ ഒരു ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. ആ ബ്രിട്ടൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ പരിമിതമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുമാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾ മുഴുവൻ ദരിദ്രമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ബ്രിട്ടൻ അമേരിക്കൻ അച്ചുതണ്ട് ഇവിടെയും പ്രവർത്തിക്കുകയാണ്. ആ അച്ചുതണ്ടിൻ്റെ കൂടെ അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഇസ്രായേൽ എന്ന രാജ്യവും കൂടിച്ചേർന്നുകൊണ്ട് മുന്നണിയായിട്ട് ഇറാൻ എന്ന രാജ്യത്തെ അടിച്ചമർത്താനും അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ തന്നെ വർഗത്തിൽ തന്നെ പെട്ട ആര്യവംശജർ തന്നെയാണ് ഇറാനിലുമുള്ളത്. പക്ഷേ എന്നിട്ട് പോലും അവരെ അടിച്ചമർത്തണം, അവരെ തകർക്കണം എന്ന വ്യാമോഹവുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാനിലുള്ളത് ഷിയാക്കൾ തന്നെ 24 വിഭാഗം ഷിയാക്കളുണ്ട് ഇറാനിൽ. ആ ഷിയാക്കളിൽ പലരും വിശ്വാസികൾ പോലുമല്ല, അവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ മാത്രമല്ല ഇറാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ബഹായികളുണ്ട്. അതിനേക്കാളേറെ ഒരുപക്ഷെ ജൂതരാഷ്ട്രമായ ഇസ്രായേലിൽ ഉള്ളതിനോളം തന്നെ ജൂതന്മാരും ഇവിടെ ഇറാനിൽ അധിവസിക്കുന്നുണ്ട്. ജൂത പള്ളികൾ, ഇഷ്ടം പോലെ ജൂത പള്ളികളുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവിടെ ഉള്ള സിനഗോഗുകൾ, എണ്ണമറ്റ സിനഗോഗുകൾ, അതായത് ജൂത പ്രാർത്ഥനാലയങ്ങൾ കൂടി നിലനിൽക്കുന്ന സ്ഥലമാണ് ഇറാൻ. നിങ്ങളൊരു സുന്നിപ്പള്ളി ഇറാനിൽ തെരഞ്ഞാൽ കണ്ടെത്താൻ പ്രയാസമാണ്, പക്ഷേ നിങ്ങൾക്ക് ജൂത പള്ളികൾ ഇഷ്ടം പോലെ കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ഇറാൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെ ചാരപ്രവർത്തനം നടക്കുന്നതിൽ അത്ഭുതമില്ല. അത് നടത്താൻ അമേരിക്കയ്ക്ക് എളുപ്പമാണ് എന്ന് മാത്രമല്ല, 1979 മുമ്പ് ഷാരിസ പഹ്ലവി ഭരിച്ചതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലുള്ള അവരെ അനുകൂലിക്കുന്ന രാജകുടുംബത്തെ അനുകൂലിച്ചിരുന്ന ഒരുപാട് പൗരന്മാരും അവിടെയുണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും പട്ടാള മേധാവികളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അവയൊക്കെ തന്നെ ചാരപ്രവർത്തനത്തിന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചാരശൃംഖല വ്യാപകമായിരിക്കുന്ന ഒരു രാജ്യത്താണ് ഇറാനിനെ ഇപ്പോഴത്തെ ഭരണകൂടവും ആ ഭരണകൂടത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്ന അവിടുത്തെ ജനങ്ങളുമുള്ളത് എന്നതാണ് വിസ്മയകരമായ വസ്തുത. അപ്പോൾ ആ ചാരന്മാർ ഈ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് അനുകൂലമായി നിൽക്കുകയും അതിന് താങ്ങായി നിൽക്കുകയും ആ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ സപ്പോർട്ട് ചെയ്യുകയും, വിലക്കയറ്റ വിരുദ്ധ വെറും പ്രക്ഷോഭമല്ല അവിടെ നടക്കുന്നത്, അക്രമമായിരുന്നു നടന്നത്. ആ അക്രമത്തിന് മുൻകൈ എടുക്കുകയും ചെയ്യുന്നു. അവർക്കതിനുള്ള കോട്ടകളുണ്ടായിരുന്നു, അവർക്കതിനുള്ള സങ്കേതങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇറാനിൽ സുലഭമായി ലഭിക്കുകയും ചെയ്യും. അതൊക്കെ ഇപ്പോൾ ഇറാൻ ഭരണകൂടം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, ഈ 3000 ആളുകൾ കൊല്ലപ്പെട്ടതിനെ ലോകത്ത് ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ട് വിലയിരുത്തുന്നു. ശരിയാണ്, ആളുകൾ കൊല്ലപ്പെട്ടത് ഏറ്റവും നികൃഷ്ടമായ ഒരു സംഗതിയാണ്. ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ചെയ്യുന്ന ചാരന്മാരെ എല്ലാ രാജ്യങ്ങളും എന്താണ് ചെയ്യുക? അവിടെ നിൽക്കട്ടെ. 1979 ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭത്തിൽ അമേരിക്കൻ പിന്തുണയോടെ ഷാരിസ പഹ്ലവി കൊന്നൊടുക്കിയിട്ടുള്ളത് എത്ര ആളുകളെയാണെന്നറിയാമോ? 60,000 ആളുകളെ. 60,000
സാധാരണ ജനങ്ങളെ ഒരു പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ, പ്രകടനം നടത്തിയതിന് അവരുടെ കയ്യിൽ തോക്കുകളില്ലായിരുന്നു, അവരുടെ കയ്യിൽ മറ്റ് ആയുധങ്ങളില്ലായിരുന്നു, വെറും മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ മുദ്രാവാക്യം വിളിച്ച് ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയ, ഗരാവോ ചെയ്ത ടെഹ്റാൻ നഗരം മുഴുവൻ അവിടെ സത്യാഗ്രഹം ഇരുന്ന അങ്ങനെയുള്ള ഒരു ജനതയെ വെടിവെച്ച് കൊന്ന് 60,000 ആളുകളെ. അവിടെ പട്ടാളം ഒന്നായിട്ട് കൂറുമാറിയിട്ടാണ് ആ പ്രക്ഷോഭം വിജയിച്ചത്, ആ വിപ്ലവം വിജയിച്ചത്. ജനങ്ങളും പട്ടാളവും കൂടിച്ചേർന്നുകൊണ്ടാണ് ആ വിപ്ലവം വിജയിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു 60,000 ആളുകളെ കൊന്നൊടുക്കിയത് അമേരിക്കൻ പിന്തുണയോടുകൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിലക്കയറ്റം ഉണ്ടാക്കുന്നത് അമേരിക്ക, ഉപരോധം ഏർപ്പെടുത്തുന്നതും രാജ്യത്തെ പാപ്പരാക്കുന്നതും അമേരിക്ക, വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നതും അമേരിക്ക. അതുപോലെ തന്നെ 60,000 ആളുകളെ കൊന്നതും അമേരിക്കയായിരുന്നു. 60,000 ആളുകളെ കൊന്നത് പ്രക്ഷോഭത്തിൻ്റെ പേരിലായിരുന്നു, പ്രകടനങ്ങളുടെ പേരിലായിരുന്നു. ആ ആളുകൾ ഇപ്പോൾ പറയുകയാണ് 3,000 ആളുകളെ കൊന്ന ഭരണകൂടത്തെ ശിക്ഷിക്കണം എന്ന്. ഈ ഒരു പ്രക്രിയക്ക്, ഇതിന് എന്താണ് പേർ വിളിക്കുക? ഇവരെ ഇരട്ടത്താപ്പ് എന്ന് വിളിച്ചാൽ എന്തായാലും ട്രംപിനൊന്നും അത് മതിയാവുകയില്ല, തികയുകയില്ല. നപുംസകം എന്ന് വിളിക്കാനും പറ്റുകയില്ല. എന്തൊരു പേരിട്ടാണ് ഇനി ലോകം ഇത്തരം ആളുകളെ വിലയിരുത്തുക എന്നത് അങ്ങേയറ്റം ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. തമാശകൾ ഇവിടെ തീരുന്നില്ല. അതായത് വെനിസ്വല പ്രസിഡൻറ്റിനെ അർദ്ധരാത്രി കള്ളനെ പോലെ കടന്നു വന്ന് ട്രംപ് പിടികൂടി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയത് അമേരിക്കക്ക് അവർ എണ്ണ വിൽക്കാത്തത് കൊണ്ടല്ല, അമേരിക്കക്ക് എണ്ണ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുമല്ല, അമേരിക്കക്ക് മാത്രമേ വെനിസ്വല എണ്ണ വിൽക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ട്രംപിൻ്റെ നിയമം. വെനിസ്വലയുടെ എണ്ണ വാങ്ങി അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, അതിന് വലിയ വില വാങ്ങുക, അമേരിക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അവിടെ സ്റ്റോക്ക് ചെയ്യുക, എന്നിട്ട് വെനിസ്വലയിൽ ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനെ, റബ്ബർ സ്റ്റാമ്പിനെ അവിടെ പ്രതിഷ്ഠിക്കുക. അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ഉദ്ദേശമായിരുന്നു ഇറാനിലും ട്രംപിനുണ്ടായിരുന്നത്. പഴയ രാജാവിൻ്റെ പുത്രനായ, പുന്നാര മകനായ രാജകുമാരനെ കൊണ്ടുപോയി വീണ്ടും ഇറാനിൽ പ്രതിഷ്ഠിച്ച് കൊള്ളയടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇവരുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം കൊള്ള എന്നുള്ളതാണ് എന്നത് നമുക്ക് വളരെ വ്യക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.